വൈശാഖ മഹാത്മ്യം 27-ാമത്തെ അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. വൈശാഖ മഹാത്മ്യം ധ്യാന ശ്ലോകം. ഹരിശ്രീ ഗണപതയേ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുധാ ജയ. ഉത്തരം ചൊല്ലി വന്നു പെണ്ണി ശുദ്ധമാനസേവാനെ പുത്തന്തീൻ പഞ്ചസാരയും വിളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. ഞങ്ങൾ കിണ്ണം കൂടാതെ ഗൂഢമാം ഓം ശ്രീകൃഷ്ണ ഗൂഢമാം മോക്ഷമാർഗം ഉപദേശിച്ചിടേണം. കേടറ്റ വാക്യമേവം കേട്ടോരു നേരം കിഴി എടയും കുതൂഹലമാവണ്ണം പുര ചെയ്തു. വാരണമുഖൻ ഉമാവല്ലവാത്മജം വിഘ്നവാരണം ഭജിക്കുന്നേ മനസാ സദാകാലം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് 27-ാം അധ്യായം. അത ചതുർവിംശോധ്യായഃ. പന്നഗർ 27 പറഞ്ഞത് പേജ് മാറി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അത വൈശാഖ മഹാത്മ്യം സപ്തവിംശോധ്യായഃ. വരികരികിലഴകിനൊടു സുഖത്തരുണി മാലികേ വാദിജാക്ഷപ്രിയേ വത്സേ സുഭാഷിണി. പഴമൊടതി മധുരതര മധുകുളികവാലുവാൻ ഭക്ഷിച്ചു ദീനമൊഴിച്ചു സുഖേന നീ. മധുമദനനദി കുതുകമിയലും ശേഷം മടിയാതെ കിളിമകളും അതുകൊഴുതു മനസ്സിൽ വിളയാടും കൃഷ്ണനെ ചെയ്തു. ശൃണുസുഖമോടഖിലജനീ അഖിലജനമിനിയുമകനാശന ശ്രീകാന്തരിഷ്ടമേതും കഥ ചൊല്ലുവാൻ. അതുമിതിലനുപതയോടു കുതുകുതര ചേതസ അമ്മുനിശനസ്ഫുത ദേവനാമാപുരാ. ശ്രുതിവചനമിതമവദതു ശൃണു മഹാമദേ ശുക്ലതൃതീയ പുരാണ മുഖ്യം സഖേ. പല ജനവുമിഹ വിധികൾ അഴകിനോട് ചെയ്തത പാപങ്ങളിൽ നിന്നു വേറിട്ടു ശുദ്ധരായി. അതിലൊരുവനുടെ ചരിതം അറിവതിനു ചൊല്ലുവാൻ ആകാത്തമോദം ധരിച്ചിടു നീ മാനസേ. അഖില സുരബല സഹിതനധിപതി പുരന്തരനറ്റമില്ലാതെ പടയോടു കൂടവേ. സകല ബലമുടനതബലിതനു ജനിലേറി ചെന്നു സംശയഹീനം തുടങ്ങി മഹാരണം. ധനുജസുര വിഭു കുറവും ഒരുമയോടു നിന്നവർ ദ്വന്ദ്വയുദ്ധം ചെയ്തു ദാനവരോടിനാർ. വിഭുതപതി അതുകൊഴുതു വിജയഗമയാസമം വീണ്ടു പാതാളത്തിൽ നിന്നു പുറപ്പെട്ടു. ബഹുവതിയോടും അമരദത ബഹുവഴികമിച്ചിതോ വേവരിഞ്ഞിടിനൻ ശക്കൻ വിധിവശാൽ. വഴിയിലൊരു വരസദനമഴകിനോടു കണ്ടുടൻ വാസവൻ ചെന്നു ചുക്കാൻ പദ്യാശ്രമേ. വിമലതരമൊരു തരുണി നിഖില പരിഭൂഷണം വിദ്യുൽ സമാന പ്രകാശിത ഗർഭിണി. വിലസുമകളുടെ വദന സുഷമയതിയിൽ കണ്ടു വിസ്മയം പൂണ്ടു വിചാരവും കൂടാതെ. അയുഗശര പരവശത പെരുകിയ മഹേശ്വരൻ അമ്പോടു ചെന്നു കരം ഗ്രഹിച്ചിടിനാൻ. വിടയവനഹിതമദന കൃതഗോഷ്ഠികൾ പൂണ്ടതോ ചൊൽവാൻ മടിക്കുന്നു മാനസേ. അജലഗണരിപുവിനുടെ അഹിമതര വീര്യവും അമ്പോടിളകി പുറപ്പെടുന്നേരത്തു. കഠിനമിക മുനിയുമത ജഡരമതിൽ നിന്നുള്ള കല്യനാം പുത്രനടച്ചാനിജപതാൽ. മദനരസ ജലനിധിവിരവിനോട് വീഴുകയാൽ മാനം മനസ്സിനു നൂനമില്ലാതെയായി. അതവിഭുത കുലതിലകനുടൻ മതവീര്യവും അത്ഭുതം തത്ര ഭൂമൗപതിച്ചു വൃത. പലമഥനാൽ അത് പൊഴുതു മുനിസുതനു ശാപവും അമ്പോട് ചൊല്ലിനാൻ. അന്ധന
കമലസര നിശിത പരിതാപവും തീർന്നത് കാലേ പിരിഞ്ഞതു കണ്ടു സുരാധിപൻ. ശിവമഹമഹ ഹൃദയമിതി നിശിതമെത്രയും മുനീശ വീഴ്ചയിടുമോ ദൈവമേ. ഇടരൊടിതി ഹൃതി കരുതി ജുടിതി പരമോടി നാരേന്ദ്രനാകുന്നു നയന സഹസ്രവാൻ. മുനിതിലകർ തരുണിയുടെ വഴിയിലുളവായി പോൽ മുഖ്യനായുള്ള ജയന്തൻ മഹാബലൻ. പടുതയോട് വടുപടലമിക പരിഹസിക്കയാൽ പാഞ്ഞുകൊണ്ടാനതി ലജ്ജയാവാസവൻ. കനകഗിരി കുഹര മതിൽ വിരവിനോട് പൂക്കുടൻ കർമ്മദോഷത്താൽ ഒളിച്ചിരുന്നു ദൂതതാ. ജലരഹിത ഹൃദയമൊടു ജലദളലോലനം ചിന്തിച്ചു ഘോര തപസ്സം തുടങ്ങിനാൻ. വൃഷചരിതമഖിലമക തളിരിലറിവോറ്റൊരു വീരനാകുന്ന മഹാബലി താനവൻ. നിജബലമുടെ അമരപുരി വിരവിനോട് ബുക്കവൻ ഗോപനം ചെയ്യുന്നു ചൊന്നോരനന്തരം. നിജസജീവ പരസഹിത അവനത പുറപ്പെട്ടു നിർജ്ജരന്മാരോട് യുദ്ധം തുടങ്ങിനാൻ. സമചതുരത പെരുകുമവരേഷണൽ സാഹസത്തോടെ ജയിച്ചു മഹാബലി. അധിപതികളുടെ സദന നികരമതിൽ നിന്നുടൻ അത്ഭുതമായ ധനങ്ങൾ ഗ്രഹിച്ചവൻ. ഭരണമതിന് സുരപതി ദിശി ദിശ നിയോഗിച്ചു വൃത്യവർഗത്തെയും തത്വതത്വസ്ഥയാ. വലമദന നിലയമനത്തിൽ ബലമോടു മഹാബലി വീരശങ്കം വസിച്ചിടിനാൻ തൽക്ഷണേ. ആശ്രയമാരെന്നു ചിന്തിച്ചു കണ്ടവർ ഗുരുവിനുടെ ശരണമതിൽ വിവശമൊടു വീണവൻ ഗോപനം ചെയ്യുന്നു ചെന്നോരനന്തരം. സവതി ഗുരു നിജ മനസ്സിൽ സകലവും അറിഞ്ഞുടൻ സാന്ത കൗതൂഹലത്തോടു മുര ചെയ്തു. കുതിരമഹരണ നരകനികരജിതനായുടൻ ഗർഭിണീയാമുനി പത്നിയെ പ്രാപിച്ചു. അമിത ഭയസഹിതമിക ഗിരിവര ഗുഹാന്തരെ ആത്മശുദ്ധ്യാത്മാ തപസ്സു ചെയ്തു വാഴുന്നു. അനലമുഖൻ അഖിലസുരർ അമല ഗുരുഭാഷിതം ആനന്ദമോടു കേട്ടാശു നടന്നവർ. അമലവര വിമല വിമല വിലസുമിന്ദ്രനോരാപ്തരായി വൃത്താന്തമൊക്കെയും ഓതിനാർ. ദശകുലഗതികാമിതി നിശമനദ ശാന്തരെ തിന്മാംശൂജാം വരാമയർന്നി നടന്നിടിനാർ. വ്യസനഭയ ബഹുല പരിഭവ മുഖസലക്ഷനായി വൃദ്ധസ്രവ ഗുരുഗേഹം പ്രവേശിച്ചു. കൃഷ്ണനുടെ ചരണയുഗം അതിജവണമണഞ്ഞുടൻ ദണ്ഡ നമസ്കാരമാശു ചെയ്തിടിനാൻ. ഗുരുകരുണ ഗുരുസപതി സരസം എഴുന്നേൽപ്പിച്ചു ഗൂഢവന്ന് സ്മേരജാതമുര ചെയ്തു. കിമപി തവ മനസീപത ചപലമരുതേദേവമേ ഖേദം മതി കേൾക്കൂ മഹാമതേ. നിഖില ജഗതിതമറിക സതതം അപരാധി നിത്യകർമാധീന എത്രയും അത്ഭുതം. ജയമജയ അസുഖസുഖ വഴിയുമഭിവൃദ്ധിയും ജാഥാഭിമാന ലാഭലോഭ എന്നിവ ഭുവനധരമണിയുടെ യമഹിത മഹിമായ ഭോജന്മാദ്യത കർമാനുബന്ധനം. കരുതുക തളിമിലന ആവര അതമഖിലം ജീവ കർമാനുഗമായ ദുഃഖാവലീന്ദ്രണം. ധനുജകുല മദഹരണ ശൃണുമമ ഗിരം സഖേ ദൈവേന കാലേന സർവം സനാതനം. അറിവുടയ ജനം മസുഖ നിരകൾ വരുമന്നാളി ആത്മനീ ഗീതിക്കയില്ലെന്നു നിർണയം. സുഖമധിക തരമണയും അളവും ദോഷവും സൂരികൾക്കുണ്ടായി വരുന്നീല ചെറ്റുമേ. മധുമദന പദകമല അഴകൊടു ഭജിക്കനി മന്ദനായി ഇടിലാലസം മാനസം ക്രന്ദനസകേ. മധുരതരവചനം മലിവിനോട് കേട്ടുടൻ ഇന്ദ്രനാകും പുമാനേ. ബഹുകലുഷമതമുടിക പരതരുണി സംഗീന വീര്യബല മന്ത്രശക്തിയാഭിജാത്യാദിയും സുഖതമപി സുഖഗതിയും സൂക്ഷ്മ പശ്ചാത്താപമൊത്തു കൽപ്പിക്കുമേ. കനിവനോടു സമയമതതി ദീക്ഷണാദി നിധി ചൊല്ലിനൻ കാര്യമത്രേ ഭവാൻ ചൊന്നതു നിർണയം. മധുധനുജ ഹരനറിക കുതുക നിധിയായുള്ള മാധവ മാതേ ശുചിത്വ
സസുഖമതി ദിവസകരൻ ഉദയസമയേ ഭവാൻ സ്നാനം മഹാദാനമമ്പോടു ചെയ്കിലോ. സകല കലുഷവും അകലും അറിയ ഹരിസേവയാൽ സത്യമെന്നോത്തു ചെയ്തിടുക സർവവും. അമരഗുരു അരുളിയൊരു മധുരമൊഴി കേട്ടവൻ അങ്ങനെ എന്നു തെളിഞ്ഞു ചൊല്ലിയിടാൻ. അധ്യായവും സപ്തവിംശതി ചൊല്ലിനേ. ഓം സത്സതി വൈശാഖ മഹാത്മ്യം സപ്തവിംശോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. 15-ാം അധ്യായമൊക്കെയല്ല ഭഗവത്ഗീത. ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. മാറ്റി വെച്ചത് ഞാൻ എടുത്തിട്ടില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. വേണ്ടെന്ന എൻ്റെ അടുത്ത് 2 ഉണ്ട്. വകുപ്പിലെ 11 വായിക്കുന്നു. 11 11 ഇതല്ലേ. ഒക്കെ 55. അതാ ബുക്ക് വന്ന്